എവരിവൺ, റോഹാക് ട്രക്ക് ആൻഡ് ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൂന്നാറിലെ റോയൽ വ്യൂ എന്ന ഡബിൾ ഡെക്കർ ബസ്സിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇന്ന് കൂടെ ഞങ്ങളുടെ ഫാമിലിയും ഉണ്ട്. ഇന്ന് ഞങ്ങളുടെ ഒപ്പം അച്ഛനും അമ്മയും രോഹിതേട്ടന്റെ സിസ്റ്ററും കുട്ടികളുമാണ് ഉള്ളത്. രാവിലെ 8:45 ഞങ്ങൾ മൂന്നാറിലെ KSRTC ബസ് സ്റ്റാൻഡിലെത്തി. ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് ആയതുകൊണ്ട് ബസ് റെഡി ടു ബോർഡായി സ്റ്റാൻഡിലുണ്ടായിരുന്നു. അപ്പർ ഡെക്കിലെ ഫ്രണ്ടിലെ സീറ്റാണ് ഞങ്ങളുടേത്. അങ്ങനെ ബസ് മൂന്നാറിൽ നിന്ന് പുറപ്പെട്ടു. മൂന്നാറിലെ ഈ KSRTC ബസ് സ്റ്റാൻഡ് ഒരു പ്രത്യേക ഭംഗിയുള്ള സ്ഥലത്താണുള്ളത്. തൊട്ടടുത്തായിട്ട് ഒരു പൈൻ ഫോറസ്റ്റും ഫ്രണ്ടിലൊരു വലിയ മൈതാനവും തേയിലത്തോട്ടവും, നല്ലൊരു സ്പോട്ട്. ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് ആദ്യം തന്നെ നമ്മൾ മൂന്നാറിലെ ടൗണിലൂടെയാണ് പാസ് ചെയ്യുന്നത്. ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് മൂന്നാറിലെ ട്രെൻഡിങ് ആയി ഓടുന്ന വണ്ടിയാണ് ഈ ഡബിൾ ഡെക്കർ ബസ്. ഫെബ്രുവരി 8 നമ്മുടെ KSRTC മൂന്നാറിൽ റോയൽ വ്യൂ എന്ന ഡബിൾ ഡെക്കർ ബസ് ലോഞ്ച് ചെയ്യുന്നത്. മൂന്നാർ എന്ന ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഈ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനെ ഒന്നും കൂടി ഭംഗിയിലും ഫുൾ 360 ഡിഗ്രിയിലും നമുക്ക് ഈ ഒരു ബസ്സിലെ അപ്പർ ഡെക്കിൽ നിന്ന് കാണാൻ സാധിക്കും. അങ്ങനെ മൂന്നാറിലെ എല്ലാ മേജർ അട്രാക്ഷൻ പോയിന്റ്സ് ഇല്ലെങ്കിലും ഈ ഒരു ബസ്സിലൂടെയുള്ള യാത്രയിൽ നമ്മൾ കാണുന്ന കുറച്ച് വ്യൂ പോയിന്റ്സും സ്ഥലങ്ങളും പിന്നെ മൂന്നാറിലെ ഗ്യാപ്പ് റോഡിലൂടെയുള്ള യാത്രയും തന്നെ നമുക്കൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. അങ്ങനെ ടൗണൊക്കെ കഴിഞ്ഞ് നമ്മൾ NH 85 കയറി, അതായത് മൂന്നാർ പൂപ്പാറ റോഡ്, നമ്മുടെ സ്വന്തം ഗ്യാപ്പ് റോഡിലൂടെ. ഗ്യാപ്പ് റോഡിനെ കുറിച്ച് ഞാൻ അധികം പറയേണ്ട ആവശ്യമൊന്നുമില്ല. കേരളക്കാരുടെ ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയാണ് ഈ ഒരു റോഡ്. രണ്ട് സൈഡിലും ദൂരെ വരെ തേയിലത്തോട്ടവും മലനിരകളും ആനിറങ്ങൽ ഡാമിൻ്റെ റിസർവോയറും ഒക്കെ ആയിട്ട് ഒരു രക്ഷയില്ലാത്ത അടിപൊളി റോഡ് തന്നെ. ഏതൊരു റൈഡറിൻ്റെയും ട്രാവലറിൻ്റെയും ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ തന്നെയാണ് ഈ ഗ്യാപ്പ് റോഡ്. എല്ലാ ഏജ് ഗ്രൂപ്പുകാർക്കും ഓപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്രോഗ്രാം തന്നെയാണിത്. പ്രത്യേകിച്ച് ഈ അപ്പർ ഡെക്കിൽ ഇരുന്നുകൊണ്ടുള്ള യാത്ര. ബസ്സിൻ്റെ മുകൾ ഭാഗം മൊത്തം ഗ്ലാസ് ആയതുകൊണ്ട് മൂന്നാറിനെ ഒരു 360 ഡിഗ്രി വ്യൂവിൽ കണ്ടുപോകാം. പിന്നെ നമ്മുടെ ബസ് വലിയ സ്പീഡിലൊന്നുമല്ല പോകുന്നത്, അതുകൊണ്ട് എല്ലാം നല്ല രീതിക്ക് തന്നെ കാണാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പായ സിഗ്നൽ പോയിന്റിലെത്തി. നമ്മുടെ ചുറ്റും നല്ല ഭംഗിയുള്ള തേയിലത്തോട്ടം. ഒരു 10 മിനിറ്റ് വണ്ടി ഇവിടെ നിർത്തിയിട്ടു. വണ്ടിയിലുണ്ടായിരുന്ന ആൾക്കാരൊക്കെ പുറത്തിറങ്ങി ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. അങ്ങനെ ബസ്സിലുണ്ടായിരുന്നവരൊക്കെ ഇറങ്ങി ഫോട്ടോ എടുത്ത് തിരിച്ചു കയറി. നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണ്. നല്ല വെയിലുള്ള ദിവസമാണിന്ന്, അതുകൊണ്ട് കാഴ്ചകളൊക്കെ നല്ല മനോഹരമായി കാണാൻ പറ്റുന്നുണ്ട്. ദൂരെയുള്ള മലകളും മേഘങ്ങളും നല്ല നീല ആകാശവും. ശരിക്കും നമ്മുടെ ക്യാമറയുടെ പരിമിതിയൊക്കെ മനസ്സിലാക്കി തരുന്ന രീതിക്കാണ് ഇവിടുത്തെ കാഴ്ചകൾ. അത്രയ്ക്കും ഭംഗിയുണ്ട്. ഈ കാണുന്ന മലയാണ് ചക്രമുടി പീക്ക്. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടികളിൽ ഒന്നാണിത്. ചക്രമുടിയിലേക്ക് നമുക്ക് ട്രക്കിംഗ് അവൈലബിൾ ആണ്. അങ്ങനെ സെക്കൻഡ് ഡെസ്റ്റിനേഷനിലെത്തി. എന്താല്ലേ വ്യൂ! ഈ തേയിലത്തോട്ടങ്ങളൊന്നും എത്ര കണ്ടാലും മതിയാവുന്നില്ല. ഇതാണ് ലോക്ക്ഹർട്ട് വ്യൂ പോയിന്റ്. ശരിക്കുമുള്ള വ്യൂ പോയിന്റ് കുറച്ച് മുൻപേ ആയിരുന്നു, പക്ഷെ ഇവിടെ നിന്ന് കുറച്ചും കൂടി നന്നായി നമുക്ക് കാണാൻ പറ്റുന്നതുകൊണ്ടാണ് ഇവിടെ വണ്ടി നിർത്തിയത്. നമ്മുടെ ഈ ബസ് യാത്ര ടോട്ടൽ 3 മണിക്കൂറാണുള്ളത്.
മൂന്നാർ KSRTC സ്റ്റാൻഡിൽ നിന്ന് തുടങ്ങി ഗ്യാപ്പ് റോഡിലൂടെ പോയി ആനയിറങ്ങൽ ഡാം വരെ പോയി തിരിച്ച് അതേ റൂട്ടിലൂടെ വരുന്നതാണ്. നമ്മുടെ ഈ റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ് പോകുന്ന വഴിയിലുള്ള 5 വ്യൂ പോയിന്റ്സിലാണ് വണ്ടി നിർത്തുന്നത്. സിഗ്നൽ വ്യൂ പോയിന്റ്, ലോക്ക്ഹാർട്ട് വ്യൂ പോയിന്റ്, മലൈക്കള്ളൻ റോക്ക് കേവ്, ഓറഞ്ച് ഫാം വ്യൂ പോയിന്റ്, പിന്നെ ലാസ്റ്റ് ആനയിറങ്ങൽ ഡാം. എല്ലാ സ്റ്റോപ്പിലും ഒരു 10 മിനിറ്റോളം വണ്ടി നിർത്തും. ഈ വ്യൂ ഒക്കെ ഒന്ന് നോക്കിയേ, എന്താല്ലേ ഭംഗി. ഇതാണ് നമ്മുടെ അടുത്ത വ്യൂ പോയിന്റ്, മലൈക്കള്ളൻ റോക്ക് കേവ്. ഈ പേര് വരാൻ കാരണം ഈ വ്യൂ പോയിന്റിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു കേവ് ഉണ്ട്. ഒരു കള്ളൻ ഈ പേരിലുണ്ടായിരുന്നെന്നും അയാളുടെ കട്ട മുതലൊക്കെ ഈ ഗുഹേന്റെ ഉള്ളിൽ സൂക്ഷിച്ചിരുന്നെന്നുമാണ് പറയപ്പെടുന്നത്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന പാറ കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും കുറച്ച് അപകടകരമാണ്. വലിയ ഉറപ്പൊന്നുമില്ലാത്ത പാറയാണ്. ഈ റോഡ് പണിയുന്ന സമയത്ത് ഈ പാറ പൊട്ടി വീണ് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് പെരിയകനാൽ വാട്ടർഫോൾസ്. ഇപ്പൊ വെള്ളമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവിടെ നിർത്തുന്നില്ല. മൺസൂണിലൊക്കെ ഇവിടെയും സ്റ്റോപ്പ് ഉണ്ടാവും. ഇവിടെ നിന്ന് മുതൽ നമുക്ക് ആനയിറങ്ങൽ ഡാമിന്റെ റിസർവോയർ കാണാം. ആനയിറങ്ങൽ ഡാം മൂന്നാറിലെ ഒരു മേജർ അട്രാക്ഷൻ പോയിന്റ് ആണ്. നമ്മൾ മലയാളികളുടെ ഇടയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. നമ്മുടെ ഈ ഡബിൾ ഡെക്കർ ബസ് ഒരു ദിവസം 3 സർവീസാണ് നടത്തുന്നത്. ആദ്യത്തെ ട്രിപ്പ് രാവിലെ 9 മണിക്കാണ്. അതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതല്ലാതെ ഉച്ചയ്ക്ക് 12:30-ക്കും പിന്നീട് വൈകിട്ട് 4 മണിക്കുമാണുള്ളത്. അങ്ങനെ അടുത്ത വ്യൂ പോയിന്റ് എത്തി, ഓറഞ്ച് ഫാം വ്യൂ പോയിന്റ്. ഇവിടെ നിന്ന് നമുക്ക് ആനയിറങ്ങൽ ഡാമിന്റെ നല്ലൊരു വ്യൂ ഉണ്ട്. ഈ കാണുന്ന തേയിലത്തോട്ടത്തിന്റെ ഇടയ്ക്കായിട്ട് ഓരോ ഓറഞ്ച് മരങ്ങളും നിൽക്കുന്നുണ്ട്. നമ്മുടെ വണ്ടി നിർത്തുന്ന മിക്ക വ്യൂ പോയിന്റ്സിലും വെള്ളവും സ്നാക്സും ഒക്കെ മേടിക്കാൻ കിട്ടും. അതുകൊണ്ട് കയ്യിലൊന്നും കരുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ബസ്സൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ കഴിച്ചതിൻ്റെ വേസ്റ്റോ വാട്ടർ ബോട്ടിലോ ഒന്നും ബസ്സിലിടുകയോ പുറത്തേക്ക് വലിച്ചെറിയുകയോ ചെയ്യരുത്. പിന്നെ എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയ കാര്യം ഈ ട്രിപ്പിൻ്റെ ഇടയിൽ ഇവർ ടോയ്ലറ്റ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അധികം ആളുകളും ഫാമിലി ആയിട്ടാണ് വരുന്നത്. 3 മണിക്കൂർ ദീർഘമുള്ള ഈ യാത്രയിൽ നിർബന്ധമായിട്ടും ഒരു ടോയ്ലറ്റ് ബ്രേക്കും അതിനുള്ള ഫെസിലിറ്റിയും കൂടി പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ, ആനയിറങ്ങൽ ഡാം. എല്ലാവരും ഇവിടെ ഇറങ്ങിയതിന് ശേഷം ബസ് മുന്നിൽ പോയി തിരിച്ചു വരും. ഇവിടെ നമുക്ക് ഡാമിലേക്കൊന്നും ഇറങ്ങിപ്പോവാനുള്ള പെർമിഷൻ ഇല്ല. പക്ഷേ ഈ തേയിലത്തോട്ടത്തിലൊക്കെ ഇറങ്ങി നിന്ന് ഫോട്ടോ എടുക്കാം. അങ്ങനെ ലാസ്റ്റ് സ്പോട്ടും കണ്ട് നമ്മൾ തിരിച്ച് ബസ്സിലേക്ക് കയറുകയാണ്. ഇനി നമ്മൾ തിരിച്ച് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്. ഞാൻ ഈ ഒരു ബസ് യാത്ര മാർച്ചിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളുടെ കണ്ണെത്തുന്ന ദൂരെ വരെയുള്ള കാഴ്ചകൾ നമുക്ക് നല്ല രീതിക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അതും 4 സൈഡും ഗ്ലാസ് ആയതുകൊണ്ട് നമ്മൾ എവിടെ നോക്കിയാലും നല്ല മനോഹരമായ കാഴ്ചകൾ തന്നെയാണ്. എവിടെയും അങ്ങനെ ബ്ലൈൻഡ് സ്പോട്ട് ഒന്നുമില്ല. ആദ്യമൊക്കെ ഫസ്റ്റ് ട്രിപ്പ് 7 മണിക്കായിരുന്നു സ്റ്റാർട്ട് ചെയ്തിരുന്നത്. പിന്നീട് അത് 9 മണിയിലേക്ക് മാറ്റുകയായിരുന്നു.
എൻ്റെ ഒരു അഭിപ്രായത്തിൽ വേനൽക്കാലത്തൊക്കെ എത്രയും നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നോ അത്രയും നല്ലതായിരിക്കുമെന്നാണ് എനിക്കിതിലൂടെ യാത്ര ചെയ്തപ്പോൾ തോന്നിയത്. നമ്മുടെ ഈ ഒരു ട്രിപ്പ് ബുക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ KSRTCൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യണം. അതല്ലെങ്കിൽ മൊബൈൽ ആപ്പായ എൻ്റെ KSRTC ത്രൂ നമുക്കിത് ചെയ്യാം. ഈ രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പർ ഡെക്കിനും ലോവർ ഡെക്കിനും 2 ഡിഫറെൻറ്റ് ചാർജാണ് ഉള്ളത്. അപ്പർ ഡെക്കിൻ്റെ ഒരു സീറ്റിന് 400 രൂപയും ലോവർ ഡെക്കിന് 200 രൂപയാണ് പെർ സീറ്റിന് ചാർജ് വരുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ എന്തായാലും അപ്പർ ഡെക്ക് തന്നെ ഓപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പർ ഡെക്കിൽ 38 സീറ്റും ലോവർ ഡെക്കിന് 12 സീറ്റുമാണ് ഉള്ളത്. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ അപ്പർ ഡെക്കിലെ ഫ്രണ്ട് സീറ്റാണ് എല്ലാ കാഴ്ചകളും കണ്ടുപോകാൻ പറ്റിയ അടിപൊളി സീറ്റ്സ്. മുൻകൂട്ടി ബുക്ക് ചെയ്ത് ഫ്രണ്ട് സീറ്റ് തന്നെ എടുക്കാൻ ശ്രമിക്കുക. പിന്നെ പോയ റൂട്ടിൽ തന്നെ തിരിച്ചു വരുന്നത് കൊണ്ട് ഏത് സൈഡിലിരുന്നാലും എല്ലാ കാഴ്ചകളും കാണാൻ പറ്റും. ഇന്ന് നമ്മുടെ കൂടെ ബസ്സിൽ ഡ്രൈവറായിട്ടുള്ളത് രാജൻ ചേട്ടനും പിന്നെ കണ്ടക്ടറായിട്ടുള്ള സിജു ചേട്ടനുമാണ്. രണ്ടുപേരും നല്ല കോപ്പറേറ്റീവാണ്. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാനും എല്ലാവരുമായിട്ട് നല്ല രീതിക്ക് ഇൻട്രാക്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഓരോ സ്റ്റോപ്പ് എത്തുമ്പോൾ നമുക്കത് മൈക്കിൽ അനൗൺസ് ചെയ്ത് തരും. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവരുടെ കൂടെയുള്ള ഈ ട്രിപ്പ്. പിന്നെ ഒരു കാര്യം, നമ്മളിപ്പോൾ ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ഫീലായിരിക്കില്ല മഴക്കാലത്ത് കിട്ടുക. നല്ല മഴയുള്ള സമയത്ത് ഈ ബസ്സിൻ്റെ മുകളിലൂടെ മഴ പെയ്യുന്നതും കണ്ട് ഈ ബസ്സിൻ്റെ അപ്പർ ഡെക്കിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ അത് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. ആ ഒരു ഫീൽ എക്സ്പീരിയൻസ് ചെയ്യാൻ എനിക്കിപ്പോൾ തന്നെ ഭയങ്കര ആഗ്രഹം തോന്നുന്നുണ്ട്. അതേപോലെ നല്ല കോടമഞ്ഞിലും വിസിബിലിറ്റി തീരെ കുറവുള്ള സമയത്ത് ബസ്സിന് ചുറ്റും കോടമഞ്ഞൊക്കെ ആയിട്ട് അതിലൂടെ ഈ ബസ്സിങ്ങനെ ഒഴുകി നീങ്ങുന്ന സമയത്ത് ഈ ബസ്സിലിരുന്ന് അതും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള നല്ല ആഗ്രഹമുണ്ട്. സോ ഈ 2 സമയത്തും ഇതിലൂടെ യാത്ര ചെയ്ത് അതിൻ്റെ വീഡിയോ വൈകാതെ ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദൂരെ ആ കാണുന്നതാണ് മൂന്നാർ ടൗൺ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതിലൂടെ യാത്ര ചെയ്തതിൻ്റെ എക്സ്പീരിയൻസും ഒക്കെ കമൻറ്റ് ചെയ്യുക. കറണ്ട് അപ്ഡേറ്റ്സിനായിട്ട് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ID കൂടി ഒന്ന് ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.